ഹായ് ഗായ്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹുണ്ടയുടെ ഇലക്ട്രിക് കാറിനെ പറ്റിയാണ്. അപ്പോൾ ഇതിനായിട്ട് ആദ്യം നമുക്ക് ഇതിൻ്റെ പെഡൽ ഏതൊക്കെയാ നോക്കാം. ഇതിനകത്ത് നമുക്ക് ബ്രേക്കും ആക്സിലേറ്ററും മാത്രമേ ഉള്ളൂ. അപ്പോൾ സാധാരണ ഒരു വണ്ടിയുടെ ഓട്ടോമാറ്റിക് വാഹനത്തിൻ്റെ എന്തൊക്കെയാണോ അത് മാത്രമേ ഇതിനകത്തുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത് നോക്കുന്നത് ഗിയർ സിസ്റ്റമാണ്. ഇതിലെ ഗിയർ സിസ്റ്റം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കണം. അതിനായിട്ട് ഇതാണ് നമ്മുടെ ഗിയർ സിസ്റ്റം. അപ്പം ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് പാർക്കിംഗ്, ന്യൂട്രൽ, ഡ്രൈവ് മോഡ്, റിവേഴ്സ്, ഇതെല്ലാം ഒരു സ്വിച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം സ്വിച്ചിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് വയ്ക്കുക, ഡ്രൈവ് ചെയ്യുക, ഡ്രൈവ് മോഡ് അമർത്തുക, ഡ്രൈവിൽ പോകാം. അതിൽ റിവേഴ്സിൽ ക്ലിക്ക് ചെയ്യുക, റിവേഴ്സ് പോകാം. അതിനകത്തൊരു പി ആണ് കിടക്കുന്നത്. ഇപ്പം അത് പാർക്കിംഗ് ആണ്. ഇത് ഹാൻഡ് ബ്രേക്കാണ്. അപ്പോൾ നമ്മൾ പാർക്കിംഗ് ഇട്ടാലും ഹാൻഡ് ബ്രേക്ക് ആക്റ്റീവ് ആകും. പിന്നെ ഇതിന് വണ്ടി റിലീസ് ചെയ്യുമ്പോൾ മാത്രം പാർക്കിംഗ് എടുത്ത് വിട്ടാലും മതി. അങ്ങനെയാണ് ഇതിൻ്റെ പാർക്കിങ്ങിൻ്റെ ഈ ഒരു സ്വിച്ച് കിടക്കുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ളത് സീറ്റ് ഹീറ്റ് ചെയ്യണോ അതോ കൂൾ ചെയ്യണോ എന്നൊക്കെ പറ്റിയാണ്. അപ്പോൾ സീറ്റ് അടിയിൽ നിന്ന് കൂൾ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ബാക്കിൽ നിന്ന് ഹീറ്റ് ചെയ്യാനും കൂൾ ചെയ്യാനുള്ള ഫെസിലിറ്റിയൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഡ്രൈവ് മോഡ് എന്ന് കാണുന്നത് കസ്റ്റം, എക്കോ, സ്പോർട്സ് മോഡ്, ഇത് മൂന്നും കൂടി ചേർന്നിട്ടുള്ളതാണ്. അപ്പം ഇത് ഓരോരോ മോഡായിട്ട് മാറ്റിയിട്ട് വേണം വണ്ടി ഓടിക്കാനായിട്ട്. അപ്പം നമ്മൾ തുടക്കക്കാർ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് എക്കോ മോഡിലാണ് വണ്ടി ഓടിക്കേണ്ടത്. സ്പോർട്സ് മോഡിലിട്ടാൽ വണ്ടിയുടെ മാക്സിമം പവർ ആയിരിക്കും വണ്ടി കാണിക്കുക. അപ്പോൾ നമ്മൾ എക്കോ മോഡിലിട്ട് വണ്ടി ഓടിക്കാൻ ശ്രമിക്കണം. ഇവിടെ പിന്നെ കോളിൻ്റെ കൺട്രോളുകളാണ്. അപ്പോൾ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാനും അത് കട്ട് ചെയ്യാനും പിന്നെ സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും എല്ലാമാണ് അവിടെ ഉള്ളത്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഇവിടെ ലൈറ്റാണുള്ളത്. അപ്പം ഈ കാണുന്നത് ലൈറ്റും ഇൻഡിക്കേറ്ററുമാണ്. അപ്പോൾ ലൈറ്റ് ഇതിൽ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും, ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ഈ ഒരു ചെറിയ സ്വിച്ച് ഉപയോഗിക്കേണ്ടത് എൻജിൻ ബ്രേക്കിങ്ങിന് വേണ്ടിയാണ്. അപ്പം ഇതിനായിട്ട് നമ്മളത് 3 തവണ ഒന്ന് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി നന്നായി ബ്രേക്ക് ആവുന്നതാണ്. അപ്പം ഹൈ സ്പീഡിൽ പോകുന്ന വാഹനമൊക്കെ പെട്ടെന്ന് നിർത്തണം തോന്നുകയാണെങ്കിൽ ഇതൊരു 3 തവണ തട്ടിക്കഴിഞ്ഞ് ഒന്ന് ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വണ്ടി നിൽക്കുന്നതാണ്. ഈ കാണുന്നത് നമ്മുടെ വൈപ്പർ ഓണാക്കാനും ഓഫ് ചെയ്യാനും ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സാധാരണ വണ്ടിയിലുള്ള പോലെ തന്നെയാണ് ഈ വണ്ടിയിലുള്ളത്. പക്ഷേ ഇതിനെന്താ വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇത് സൗണ്ട്ലെസ് ആയിരിക്കും. നമുക്ക് സൗണ്ട് ഉണ്ടാവില്ല, വണ്ടി ഓണായതോ ഓഫായതൊന്നും അറിയില്ല. പിന്നെ നമുക്ക് ഇതിന് മീറ്ററാണത് കാണുന്നത്. അപ്പോൾ ഡോറ് ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണ്, വണ്ടി പാർക്കിങ്ങിൽ കിടക്കണേ. അത് മാത്രമേ ഈ മീറ്ററിൽ ഇപ്പോൾ നിലവിൽ നമ്മൾ കാണുന്നുള്ളൂ. ഇപ്പോൾ വളവിലൊക്കെ പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ സാധാരണ വണ്ടിയിലാണെങ്കിൽ ഒരു ഹോൺ അടിച്ച് കടന്നു പോകാം. ഇപ്പോൾ ചെറിയ റോഡുകളിലൊക്കെ ഇതിലാണെങ്കിൽ 2 ഹോൺ അടിച്ച് കടന്നു കൊണ്ടുവരും. അപ്പോൾ ഇത് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആദ്യം ബ്രേക്കിൽ നമ്മൾ കാല് വെക്കുന്നു. അതിനുശേഷം ഇത് പ്രസ് ചെയ്യുമ്പോൾ മാത്രമേ സ്റ്റാർട്ടാവുള്ളൂ. വണ്ടി സ്റ്റാർട്ടായതുപോലും അറിയില്ല. പക്ഷേ അത് അറിയാനായിട്ട് ഉള്ളൊരു വഴി നമ്മുടെ മീറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും. മീറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാത്ത റെഡി ടു സ്റ്റാർട്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഓണായി കിടന്നു കഴിഞ്ഞാൽ വണ്ടി ഓണാണെന്ന് അർത്ഥം. അപ്പം ഇവിടെ നിന്ന് ഡ്രൈവ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി നമുക്ക് ഡ്രൈവ് ചെയ്ത് പോയിട്ടിരിക്കാം. ഈ സൈഡിൽ കാണുന്നത് ബാറ്ററി ബാക്കപ്പാണ്. ഇപ്പോൾ ഒരു 2 ഇത് മാത്രമേ കുറവുള്ളൂ, കുറ്റി മാത്രമേ കുറവുള്ളൂ. അപ്പം ഇതിൻ്റെ ഓണറിനോട് നമ്മൾ അന്വേഷിക്കുകയുണ്ടായി. അപ്പം ആൾ പറഞ്ഞത് ഏകദേശം 1 കിലോമീറ്ററിന് 70 പൈസ എന്താണ് ചിലവ്, 70-80 പൈസയാണ് ചിലവ്. ഇതതിൻ്റെ സ്ക്രീനാണ്. അപ്പോൾ നമ്മൾ GPS ഒക്കെ ആണെങ്കിൽ കണക്ട് ചെയ്യാം, ഫോൺ കണക്ട് ചെയ്യാം, അതിനുള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെ ഉണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. തുടക്കക്കാർക്കായിട്ട് വണ്ടി പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണത്. അപ്പം ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. ഇതിൻ്റെ ഗിയർ സിസ്റ്റവും ഇതിൻ്റെ ആക്സിലേറ്റർ, ബ്രേക്ക് എന്നുള്ള കാര്യങ്ങളെല്ലാം പരിചയപ്പെടുത്തലാണ് ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക.